സങ്കീർത്തനങ്ങൾ 107 അധ്യായം. രക്ഷിക്കപ്പെട്ടവൻ്റെ കൃതജ്ഞത. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ: കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. ദേശങ്ങളിൽ നിന്ന്, കിഴക്ക് നിന്നും പടിഞ്ഞാറു നിന്നും വടക്ക് നിന്നും തെക്കു നിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചു കൂട്ടി. വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു. പീഡിതരും ബന്ധിതരുമായി ചിലർ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു, അത്യുന്നതൻ്റെ ഉപദേശം നിരസിച്ചു. അടിമവേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു. അവർ വീണു, സഹായിക്കാൻ ആരുമുണ്ടായില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചള വാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. അവർ കൃതജ്ഞതാബലി അർപ്പിക്കട്ടെ. ആനന്ദഗീതം ആലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ. ചിലർ സമുദ്ര വ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. അവർ കർത്താവിൻ്റെ പ്രവൃത്തികൾ, ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റു വീശി, സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു. അവ ആകാശത്തോളം ഉയർന്നു, വീണ്ടും ആഴങ്ങളിലേക്ക് താണു. ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. അവർ ഉന്മത്തരെ പോലെ ആടിയുലയുകയും വേച്ചു നടക്കുകയും ചെയ്തു. എന്തു ചെയ്യണമെന്ന് അവരറിഞ്ഞില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ ശമിച്ചു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ജനത്തിൻ്റെ സഭയിൽ അവരവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ. ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. അവിടുന്ന് നദികളെ മരുഭൂമിയായും നീരുറവകളെ വരണ്ട നിലമായും മാറ്റുന്നു. അവിടുന്ന് ഫലപുഷ്ടിയാർന്ന ഭൂമിയെ ഓരു നിലമാക്കുന്നു. ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ്. അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുന്നു. അവിടുന്ന് വിശക്കുന്നവരെ അവിടെ പാർപ്പിക്കുന്നു. അവിടെ താമസിക്കാൻ അവർ ഒരു നഗരം സ്ഥാപിക്കുന്നു. അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവ് നേടുകയും ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി. അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല. പീഡനവും കഷ്ടതകളും സങ്കടവും കൊണ്ട് എണ്ണം കുറഞ്ഞ് അവർ ദുർബലരായി. അപ്പോൾ അവിടുന്ന് പ്രഭുക്കന്മാരെ നിന്നാപാത്രങ്ങളാക്കുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശങ്ങളിൽ ഉഴലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്തു. എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി. ആട്ടിൻപറ്റത്തെ എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു. പരമാർത്ഥ ഹൃദയർ ഇത് കണ്ട് സന്തോഷിക്കുന്നു. ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു. വിവേകമുള്ളവർ ഇത് ശ്രദ്ധിച്ചു ഗ്രഹിക്കട്ടെ. മനുഷ്യർ കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ. 108 അധ്യായം. ശത്രുവിനെതിരെ സഹായം. എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, ദൈവമേ, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും.
എൻ്റെ ആത്മാവെ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ. ഉഷസ്സിനെ ഞാൻ വിളിച്ചുണർത്തും. കർത്താവെ, ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രങ്ങൾ ആലപിക്കും. അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ്. അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവമേ, ആകാശത്തിന് മേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപിക്കട്ടെ. അങ്ങ് സ്നേഹിക്കുന്നവർ മോചിതരാകട്ടെ. വലത്തുകൈ നീട്ടി എന്നെ സഹായിക്കുകയും എനിക്കുത്തരമരുളുകയും ചെയ്യണമേ. ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്തു, ജയഘോഷത്തോടെ ഞാൻ ശെക്കെമിനെ വിഭജിക്കും, സുക്കോത്ത് താഴ്വരയെ അളന്നു തിരിക്കും. ഗിലെയാദ് എനിക്കുള്ളതാണ്, മനാസയും എൻ്റേതാണ്. എഫ്രായിം എൻ്റെ പടത്തൊപ്പിയും യൂദ എൻ്റെ ചെങ്കോലുമാണ്. മൊവാബ് എൻ്റെ ക്ഷാളനപാത്രം. ഏദോമിൽ ഞാൻ എൻ്റെ പാദുകം വയ്ക്കുന്നു. ഫിലിസ്തീ ദേശത്ത് ഞാൻ ജയബേരി മുഴക്കും. സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ഏദോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും? ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ? ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് നീങ്ങുന്നില്ലല്ലോ. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ മനുഷ്യൻ്റെ സഹായം നിഷ്ഫലമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. 109 അധ്യായം. കർത്താവെ, പ്രതികാരം ചെയ്യണമേ. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് മൗനമായിരിക്കരുതേ. എന്തെന്നാൽ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ വാ എൻ്റെ നേരെ തുറന്നിരിക്കുന്നു. അത് എനിക്കെതിരെ വ്യാജം പറയുന്നു. വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവരെന്നെ വളഞ്ഞു. അകാരണമായി അവരെന്നെ ആക്രമിക്കുന്നു. ഞാൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എൻ്റെ സ്നേഹത്തിനു പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിനു പകരം വിദ്വേഷവും അവരെനിക്ക് തരുന്നു. അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ. നീചൻ അവൻ്റെ മേൽ കുറ്റം ആരോപിക്കട്ടെ. വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ. അവൻ്റെ പ്രാർത്ഥന പാപമായി പരിഗണിക്കപ്പെടട്ടെ. അവൻ്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവൻ്റെ വസ്തുവകകൾ മറ്റൊരുവൻ അപഹരിക്കട്ടെ. അവൻ്റെ മക്കൾ അനാഥരും അവൻ്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവൻ്റെ മക്കൾ അലഞ്ഞു നടന്ന് ഭിക്ഷ യാചിക്കട്ടെ. അവർ വസിക്കുന്ന നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് അവരാട്ടിയോടിക്കപ്പെടട്ടെ. കടക്കാർ അവൻ്റെ സ്വത്ത് പിടിച്ചെടുക്കട്ടെ. അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അന്യർ കൊള്ളയടിക്കട്ടെ. അവനോട് കാരുണ്യം കാണിക്കാൻ ആരുമുണ്ടാകാതിരിക്കട്ടെ. അവൻ്റെ അനാഥരായ മക്കളോട് ആർക്കും അലിവ് തോന്നാതിരിക്കട്ടെ. അവൻ്റെ വംശം അറ്റുപോകട്ടെ. 2ാം തലമുറയിൽ അവൻ്റെ പേര് മാഞ്ഞു പോകട്ടെ. അവൻ്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ. അവൻ്റെ മാതാവിൻ്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിരന്തരം കർത്താവിൻ്റെ മുൻപാകെ ഉണ്ടായിരിക്കട്ടെ. അവൻ്റെ സ്മരണ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ. എന്തെന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല. മാത്രമല്ല, ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു. ശപിക്കുക അവന് ഇഷ്ടമായിരുന്നു. ശാപങ്ങൾ അവൻ്റെ മേൽ നിപതിക്കട്ടെ. അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. അത് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. വസ്ത്രമെന്ന പോലെ അവൻ ശാപമണിഞ്ഞു. അത് ജലം പോലെ അവൻ്റെ ശരീരത്തിലും എണ്ണ പോലെ അവൻ്റെ അസ്ഥികളിലും കിനിഞ്ഞിറങ്ങട്ടെ. അത് അവൻ അണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പട്ട പോലെയും ആയിരിക്കട്ടെ. എനിക്കെതിരായി തിന്മ സംസാരിക്കുകയും എൻ്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലം ഇതായിരിക്കട്ടെ. എന്നാൽ എൻ്റെ കർത്താവായ ദൈവമേ, എന്നോട് അങ്ങയുടെ നാമത്തിനൊത്ത വിധം പ്രവർത്തിക്കണമേ. അങ്ങയുടെ വിശിഷ്ടമായ കാരുണ്യത്തെ പ്രതി എന്നെ മോചിപ്പിക്കണമേ. ഞാൻ ദരിദ്രനും അഗതിയുമാണ്. എൻ്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു. സായാഹ്നത്തിലെ നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു. വെട്ടുകിളിയെ എന്ന പോലെ എന്നെ കുടഞ്ഞെറിയുന്നു. ഉപവാസം കൊണ്ട് എൻ്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കുന്നു. ഞാൻ എല്ലും തോലുമായിരിക്കുന്നു. എൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നവർക്ക് ഞാൻ നിന്ദാപാത്രമാണ്. അവരെന്നെ കാണുമ്പോൾ പരിഹാസപൂർവ്വം തലകുലുക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, എന്നെ സഹായിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നെ രക്ഷിക്കണമേ. കർത്താവെ, ഇത് അങ്ങയുടെ കരമാണെന്നും അവിടുന്നാണ് ഇത് ചെയ്തതെന്നും അവരറിയട്ടെ. അവർ ശപിച്ചുകൊള്ളട്ടെ, എന്നാൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ എതിരാളികൾ ലജ്ജിതരാകട്ടെ. അങ്ങയുടെ ദാസൻ സന്തുഷ്ടനാകട്ടെ. എന്നിൽ കുറ്റം ആരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ. അത് പുതപ്പെന്ന പോലെ അവരെ പൊതിയട്ടെ. എൻ്റെ അധരങ്ങൾ കർത്താവിന് ഏറെ കൃതജ്ഞതയർപ്പിക്കും. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ
ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. മരണശിക്ഷയ്ക്ക് വിധിക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാൻ അഗതിയുടെ വലതുവശത്ത് അവിടുന്ന് നിൽക്കും. 110 അധ്യായം. രാജാവിൻ്റെ സ്ഥാനാരോഹണം. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ അധികാരത്തിൻ്റെ ചെങ്കോലയക്കും. ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടി കൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. കർത്താവ് നിന്റെ വലത്തുവശത്തുണ്ട്. തൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവിടുന്ന് രാജാക്കന്മാരെ തകർത്തു കളയും. ജനതകളുടെ ഇടയിൽ അവിടുന്ന് തൻ്റെ വിധി നടപ്പിലാക്കും. അവിടം ശവശരീരങ്ങൾ കൊണ്ട് നിറയും. ഭൂമിയിലെങ്ങുമുള്ള രാജാക്കന്മാരെ അവിടുന്ന് തകർക്കും. വഴിയരികിലുള്ള അരുവിയിൽ നിന്ന് അവൻ പാനം ചെയ്യും. അവൻ ശിരസുയർത്തി നിൽക്കും. 111 അധ്യായം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ്. കർത്താവിനെ സ്തുതിക്കുവിൻ. നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ്. അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസ്സുറ്റതുമാണ്. അവിടുത്തെ നീതി ശാശ്വതമാണ്. തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി. അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ്. അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്. വിശ്വസ്തതയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു. വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അത് പരിശീലിക്കുന്നവർ വിവേകികളാകും. അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും.